രണ്ടുപേരും ഇങ്ങനെ തല താഴ്ത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം. എന്ത് മോശമാണ് മാഷേ, ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിൻ്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന. അതങ്ങനെയല്ല മാഷേ, 8ാം ക്ലാസ് കൂടി നോക്കാണ്ട്. മതി, പ്രഹസനം മതി. പാവം എൻ്റെ കുട്ടികൾ. ഒരു വേള ഞാനും സംശയിച്ചു പോയി. അല്ല, മാഷിന് ഈ വിവരം തന്ന ആരാ? അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു അഭിദേഹികാംക്ഷി. വല്ലവരും പറയുന്നത് കേട്ട് കഷ്ടം. സാറും ഇയാളുടെ കൂടെ കൂടിയല്ലോ. സോ പതറ്റിക്. അതെ, ഇനി ഞാൻ പറയുന്നവരെ ഒരു പരിശോധനയും വേണ്ട, ഒന്നും. മനസ്സിലായോ? ആദർശ്, നീ എന്നോടൊന്നും മിണ്ടണ്ട. അല്ലെന്തോ ഞാൻ പറയണതൊന്നും ഒന്നും പറയണ്ട. ഇനി നീ എന്നോട് മിണ്ടാൻ വന്ന നിന്റെ ബുക്ക് എന്നുള്ള കാര്യം ഞാൻ ലക്ഷ്മി മാഷിനോട് പറഞ്ഞു കൊടുക്കും. വാടി. സുധീഷേ, സോറിടാ, നീ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. സോറി ഡാ. ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലടാ. ഞാൻ നിങ്ങളെ പറ്റിച്ച് ഇന്നേ വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ബേക്കറിയിൽ നിന്ന് പപ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ്? അതെ അതെ. എടാ, ഇനിയെങ്കിലും ഒന്ന് സത്യം പറ, നീയല്ലേ എടുത്തേ? എന്റെ വായിന്ന് വല്ലതും കേൾക്കുന്ന മാറി ആടാ. ഞാനാ എടുത്ത്. ഞാനത് വേറൊരാൾക്ക് മറച്ചു വെക്കുകയും ചെയ്തു. എന്തേ? എനിക്കല്ല. ഗുഡ് മോർണിംഗ് ചേട്ടാ. ചേട്ടാ, അത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരിക്കുക. ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം. കൂട്ടുകാരുണ്ടാക്കാനല്ലേ ഞാൻ അങ്ങോട്ട് തന്നത്? ആണോടാ? അല്ല, നാളെ എത്ര മണിക്ക് എത്തും? നാളെ ഒരു 9 മണിയാകുമ്പോൾ എത്തിച്ചേക്കാം. 9 മണിക്ക് സാധനം കടയിൽ കിട്ടണം. ഇല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ വരുമായിരിക്കുമല്ലേ? നിന്റെ ബാപ്പ തൈല് പോയത് എൻ്റെ ഒരു പരിചയക്കാരനാ. അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല. പകരം നക്സലോട് വരവ് വരുന്നുണ്ട്. അങ്ങോട്ടാ അങ്ങോട്ടാടാ, നിന്റെയൊക്കെ സ്കൂളിലോട്ട്. അതോടെ നിർത്തിക്കും. നിന്നോടും കൂടാ. ഈ മുസീബത്തൊക്കെ മാറുകയാണെങ്കിൽ വല്ലാഹിയാണ് ഞാൻ ഒറ്റ നോമ്പ്. മുത്തേ, ഇതിപ്പോ എത്ര രൂപ കിട്ടിയ ഈ പ്രശ്നം തീരും? 600 രൂപ നിന്റെ കാണുവാടാ. ബുക്കിന്റെ വാടകയായിട്ട് കിട്ടിയ 80 രൂപയുണ്ട്. അപ്പോ 600-ന് 80 രൂപ കുറച്ചാ 520. 520 രൂപയുണ്ട്. പ്രശ്നം തീരും. പൈസ കൊടുത്തില്ലേ അയാൾ സ്കൂളിലേക്ക് വരും. അല്ലേടാ? ഉള്ളി ഉണ്ടോ? ഉള്ളി എന്തിനാ? എടാ, ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും പനി വരും. പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പൊ അയാൾ നിന്റെ വീട്ടിൽ വരും. എന്റെ റബ്ബേ, ഏത് നേരത്താണോ? എടാ സുദർശൻ, എണീറ്റ് പൈസ ചേട്ടാ, എനിക്ക് ഈ മാസത്തെ ശമ്പളം ഇപ്പൊ തരാൻ പറ്റുമോ? ഒന്ന് പോയടാ അവിടുന്ന്. 10ാം ക്ലാസ് പഠിക്കുന്ന നിനക്ക് എന്തെല്ലാം മുൻകൂട്ടി ശമ്പളം? മിണ്ടാടെ പണിയെടുക്കാൻ നോക്ക്. അതെ, കറക്റ്റ് ഡേറ്റിന് കറക്റ്റ് ശമ്പളം ഞാൻ തരും. ഇതുവരെ അത് മുടക്കിയിട്ടൊന്നുമില്ല. മാറിക്കൊണ്ട് തിന്ന പാപ്സിന്റെ കണക്കെടുപ്പിക്കരുത് എന്നെ കൊണ്ട്. എന്ത് ചെയ്യും റബ്ബേ? എടാ മുത്തേ, ഞാൻ നാട് വിട്ടാലോ? തുടങ്ങിയവൻ. എങ്ങോട്ട്? മുത്തേ, ഇന്നലെ ലാസ്റ്റ് പീരീഡ് മുതലല്ലേ ബുക്ക് കാണാതായത്? അതെ. അതിന് മുമ്പത്തെ പീരീഡ് ഏതായിരുന്നു? അതിന് മുമ്പത്തെ പീരീഡ് ലാബിലായിരുന്നു. ആളെ പിടി കിട്ടിയ? അപ്പോ അതെ, നീ പോണ വഴിക്ക് അമ്പലത്തിൽ കയറി പാൽപ്പായസം നിന്ന് കൊടുത്തേക്കോ. ഇന്ന് നിന്റെ അച്ഛൻ്റെ പിറന്നാളാ. ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം. ചെല്ലേ. നീ ആദ്യത്തെ ആദ്യം വായിച്ചോ? ഇല്ല ചേച്ചി, ആ സിലബസ് ഒക്കെ കഴിഞ്ഞു. എടാ, ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാ. പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യമല്ല കേട്ടോ.
അവന്റെ പൊതി. ഫ്രണ്ട് പേജ് അല്ലേടാ കാണണ്ടേ, അവന്റെ പൊതി. തുണയായിരിക്കണേക്കാൾ മാഷേ ഇതാ ബുക്ക്. കൃത്യസമയത്ത് തന്നെ തിരിച്ചു തന്നിട്ടുണ്ടേ. ഇനി എന്നെ കുറ്റം പറയരുത്. ശരി. നീ പുസ്തകം ഒന്ന് കയ്യിൽ വയ്ക്കും, ഞാൻ തൊഴുതിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, നീ ഇത് ബാഗിൽ വെച്ചു. സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം. എന്നാ നിന്റെ വെപ്രാളം കണ്ടാ നിന്റെ കയ്യിലെ ഈ പീസ് അല്ല അശ്ലീല പുസ്തകം ഒന്നും തോന്നില്ലോടാ. ചുമ്മാ ദിവസം കൊണ്ടേക്ക്. പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് പൊക്കും. അവൻ ആരായാലും പിന്നെ അവൻ തീരും. എടി, ഈ ലക്ഷ്മി മാഷ് പറയുന്ന ഈ അശ്ലീല പുസ്തകം എവിടെയെങ്കിലും കിടക്കുന്ന നീ കണ്ടിട്ടുണ്ടാ? കടകളകത്തും കിടക്കുന്ന ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. നീയോ? ഞാനും കടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ദേവോടി ലക്ഷ്മി. അയ്യോ, നീ എന്തൊരു ജന്മോടി, പാമ്പിടിച്ചും ചാവും. ഒരു 520 രൂപ വേണം. നിന്റെ അച്ഛൻ ഗൾഫിലല്ലേ? ഇല്ല മുത്തേ, എൻ്റെ കയ്യിൽ 2 രൂപയുള്ളൂ. പോകാം. ഈ സ്കൂളിലുള്ള എല്ലാവരും ദരിദ്രവാസികളാണ്. എടാ ആകെ പ്രശ്ന. അവന്മാർക്കാണെങ്കിൽ ഞാനാ എടുത്തതിന് സംശയമുണ്ട്. മുത്താണെങ്കിൽ കയ്യിൽ നിന്ന് പോയ പോലെയാ. എത്രയും പെട്ടെന്ന് സാധനം തിരിച്ചെടുക്കണം. എനിക്കിനി വായിക്കൊന്നും വേണ്ട. എടാ വേറൊരു പ്രശ്നം ഉണ്ടോ? ഇനി എന്താടാ? അത് രാവിലെ കിട്ടിയതാ. എന്നിട്ട് ചുമ്മാ ദിവസം കൊണ്ടേക്ക്. പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് പൊക്കും. അവൻ ആരായാലും പിന്നെ അവൻ തീർന്നു. നിനക്കെന്താ ഭ്രാന്താണോ? അമ്പലത്തിലെ ഭണ്ഡാരത്തിലെ പീസ് ബുക്ക് അതങ്ങനെ പുറത്തെടുത്താലേ നാട് മുഴുവൻ പ്രശ്നമാവും. നീ ഗുരു സിനിമ കണ്ടിട്ടില്ലേ? അത് വിട്. നീ ആരോടാ കളിക്കുന്നേ? ഭഗവതിനോടാ. നീ 10ാം ക്ലാസ് ജയിക്കണ്ട. നിന്നെ തല പൊട്ടിത്തെറിക്കും. നീ ഒന്നും പറയണ്ട. അപ്പോഴത്തോടാ പോ. നീ പോ, ഇപ്പൊ തന്നെ പോ. ബാഗൊക്കെ ഞാൻ പഠിച്ചോളാം. Atrevida no carro, ela quer sentar maneiro. Atrevida no carro,